ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഞ്ചപ്പം രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയായ ബീഫ് എല്ല് കറിയാണ് ഉണ്ടാക്കുവാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. ഇത് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.25 കിലോ എല്ലോട് കൂടിയ ബീഫ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സവാള സ്ലൈസ് ചെയ്തത്, ചെറിയ ഉള്ളി 20 എണ്ണം, ഇഞ്ചിയും വെളുത്തുള്ളിയും 1.5 ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കടുക് 1/2 ടീസ്പൂൺ, ഉപ്പും കറി ലീവ്സുമൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. ബീഫ് നല്ലതുപോലെ ക്ലീൻ ആക്കിയ ശേഷം അത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഒന്ന് തിളപ്പിക്കാം. നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതിൻ്റെ കൂടെ പത ഒത്തിരി വന്നു കഴിഞ്ഞാൽ ആ പത എടുത്തു മാറ്റണം. ആ പത അഴുക്കാണ്. ഈ ബീഫിൻ്റെ അകത്ത് നിന്ന് പത വന്നിട്ടില്ല, അതുകൊണ്ട് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. ഇങ്ങനെ തിളപ്പിച്ച ബീഫ് മാറ്റി വെക്കുക. ഇതിലേക്ക് ചേർക്കുവാനായി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവ നമുക്ക് മാറ്റി വെക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും 1.5 ടേബിൾ സ്പൂൺ വീതം ചതച്ചത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് ഒരുവിധം മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തതും 20 ചെറിയ ഉള്ളിയും ഇട്ടുകൊടുക്കാം. ഇത് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഞാൻ കറിവേപ്പില ഇടുവാനായിട്ട് മറന്നുപോയി. ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് ബീഫിൽ നിന്ന് വന്ന വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് എല്ലാം യോജിച്ച് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച ശേഷം ഇത് ബീഫിലേക്ക് ചേർക്കാം. പാത്രം കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ബീഫ് വേവാൻ ഇനിയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. ഞാൻ കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ അടച്ച് 8 വിസിൽ കേൾക്കുന്നത് വരെ മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. 8 വിസിൽ കേട്ടതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. അപ്പോഴേക്കും വളരെ രുചികരമായ ബീഫ് എല്ല് കറി തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നെയ്യ് ധാരാളമായിട്ടുണ്ട് എങ്കിൽ അത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നെയ്യോടുകൂടി നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ല എങ്കിൽ നെയ്യ് മാറ്റിയ ശേഷം ഇത് നമുക്ക് ഉപയോഗിക്കാം. വളരെ രുചികരമായ ഈ എല്ല് കറി തയ്യാറാക്കിയത് കുഞ്ഞുമോൾ ചേച്ചിയാണ്. താങ്ക് യു ചേച്ചി. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. താങ്ക് യു ഫ്രണ്ട്സ്.